ഒയാസിസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ഇന്ന് ആ ഒരു പഠനം നമ്മൾ തുടരുകയാണ്. ആരാധന ആത്മാവിലും സത്യത്തിലും ആയിരിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. ഇസ്രായേലിനോട് കർത്താവ് പറയുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വലിയ കൽപ്പനയുണ്ടായിരുന്നു. അതവരുടെ വിശ്വാസ പ്രമാണമായിരുന്നു. അപ്പോൾ നമ്മൾ ന്യായപ്രമാണ കാലഘട്ടത്തിലെ ആരാധനയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ന്യായപ്രമാണം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സാമൂഹിക ജീവിതം, അവരുടെ ആധ്യാത്മിക ജീവിതം, അവരുടെ മറ്റ് ഇടപാടുകൾ, അവരുടെ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി കൊടുത്തിട്ടുള്ള ഒരു പ്രമാണമാണ്. എന്നാൽ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ്, ആരാധനയുടെ ചട്ടങ്ങളും വിധികളും ലഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആരാധന എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12 മുതലുള്ള അധ്യായങ്ങളിലും അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തിന് മുമ്പുണ്ടായിരുന്ന ആരാധന എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാരുടെ ആരാധനാ സംവിധാനമാണ്. അത് ഒരുപക്ഷെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ നിയമാവലിക്ക് അനുസൃതമായുള്ള ഒരു ആരാധനയായിരുന്നില്ല, മറിച്ച് ദൈവ വെളിപ്പാടുകളുടെ ദൈവ വെളിപ്പാടുകളെ അനുസരിച്ചുള്ള ആരാധനയായിരുന്നു. ദൈവം വെളിപ്പെടുത്തുകയും ദൈവത്തെ അനുസരിക്കുവാൻ മുമ്പോട്ട് വന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരായ ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നത് യാഗാർപ്പണത്തിലൂടെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഇയ്യോബ് ഒരു ഗോത്രപിതാവായിരുന്നു. ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി അവർ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയുള്ള യാഗങ്ങൾ അർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അബ്രഹാമിൻ്റെ കാലഘട്ടം, ഇസ്ഹാക്കിൻ്റെ കാലഘട്ടം, യാക്കോബിൻ്റെ കാലഘട്ടം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൻ്റെ നാഥനോ ഒരു ഗോത്രത്തിൻ്റെ പിതാവോ ആയിരുന്നു ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അവിടെ പൗരോഹിത്യ സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം പൗരോഹിത്യ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ സിനഗോഗ് ആരാധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദേവാലയ കേന്ദ്രീകൃതമായ ആരാധനയിൽ നിന്നും വ്യത്യസ്തമായി സിനഗോഗ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആരാധന ഉണ്ടാകുന്നു. ആരാധനയുടെ ഒരു വികേന്ദ്രീകരണം ഉണ്ടാകുന്നു. എവിടെ വെച്ചും ദൈവത്തെ നമസ്കരിക്കുവാനുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ ചരിത്രത്തിലൂടെ അവർക്ക് ലഭ്യമാകുന്നു. അത് പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലായിരുന്നു. സിനഗോഗിലെ ആരാധനയുടെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ, സിനഗോഗ് ആരാധനയുടെ 4 ഭാഗങ്ങൾ. ഒന്ന്, ക്ഷേമ ചൊല്ലുക എന്നുള്ളതാണ്. ക്ഷേമ എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണം ഇസ്രായേലെ കേൾക്കാൻ നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ പ്രമാണം അവർ ഏറ്റുചൊല്ലും. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ നിലപാടാണ് യഹോവയായ ദൈവം ഏകനാകുന്നുവെന്നും അവരല്ലാതെ മറ്റ് ദൈവം ഉണ്ടാകരുത് എന്നുമുള്ള ഒരു വിശ്വാസം. അത് ജനിച്ചു വരുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ പോലും ഒരു യഹൂദൻ ആദ്യം ഉച്ചരിച്ചു കൊടുക്കും എന്നാണ് റബിമാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേമായുടെ ആവർത്തനം അത് സിനഗോഗുകളിൽ കാണും. രണ്ടാമത്തെ കാര്യം പ്രേയേഴ്സാണ്. പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സമയം നമുക്ക് കാണുവാനും കഴിയും. മൂന്നാമതായിട്ട് അവിടെയുള്ള സ്ക്രിപ്ചർ റീഡിംഗ് ആണ്, വചനവായനയാണ്. പ്രവാചകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് കൂടുതലും വായിക്കുന്നത്. തോറായുടെ വായനയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വായനയ്ക്കുള്ള അവസരമാണ് കർത്താവിന് കവർണ്ണഭൂമിലെ സിനഗോഗിൽ വെച്ച് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനും കഴിയും. അത് വളരെ സമ്മതരായുള്ള റബിമാർക്കാണ് അങ്ങനെയുള്ള വായനയ്ക്കുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ കർത്താവ് ആ സമൂഹത്തിൽ സമ്മതനായ ഒരു ഗുരുവായിരുന്നു എന്നുള്ളതിന് തെളിവും കൂടെയാണ് കർത്താവിന് സിനഗോഗിൽ വായനയ്ക്കുള്ള അവസരം ലഭിച്ചു എന്നുള്ളത്. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് എക്സ്പോസിഷനാണ്. ഈ വായനയുടെ അടിസ്ഥാനത്തിലുള്ള ലഘു പ്രഭാഷണമാണ്. അത് തോറയുടെയോ പ്രവാചകങ്ങളുടെയോ സങ്കീർത്തനങ്ങളുടെയോ ഒക്കെ വ്യാഖ്യാനമായി നമുക്ക് കാണുവാൻ കഴിയും. അത് ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചുകൊടുത്ത്, അർത്ഥം തിരിച്ചുകൊടുത്ത് ജനത്തെ പ്രബോധിപ്പിച്ച് ഉദ്ബുദ്ധരാക്കുന്ന ഒരു സംവിധാനമായി നമുക്ക് കാണുവാനും കഴിയും. ഇവിടെയെല്ലാം സങ്കീർത്തനങ്ങളുടെ ആലാപനങ്ങളും കാണുവാൻ കഴിയും.
അപ്പം ഇങ്ങനെ ഒരു ആരാധനാ സംവിധാനം ഒരു പക്ഷെങ്കിൽ യഹൂദന്മാർ ചിന്തിച്ചിരുന്നതല്ല. പക്ഷെ അതിനുവേണ്ടി ദൈവം ഒരു കാലഘട്ടത്തെ ഒരുക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം ഒരു പുതിയ ആരാധനാ സംവിധാനം ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ യഹൂദന്റെ ആരാധനാ സംവിധാനത്തെ വ്യത്യാസപ്പെടുത്തി. യാഗ കർമാദികളില്ലാതെ ആരാധന എന്ന് പറയുന്നത് ഗാന ആലാപനവും പ്രാർത്ഥനാർപ്പണവും വചനവായനയും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ ആരാധനയെ വ്യത്യാസപ്പെടുത്തിയ ചരിത്രമാണ് നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ആരാധന സംവിധാനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ആരാധനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ നിബന്ധനയൊന്നും നമ്മൾ ആരംഭ നൂറ്റാണ്ടുകളിൽ കാണുന്നില്ല. കാരണം പെന്തക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയുണ്ടാവുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അവിടെ കൂടി വന്നിരുന്ന ജനത്തോട് സുവിശേഷം അപ്പോസ്തലന്മാർ പങ്കുവയ്ക്കുകയും അന്ന് തന്നെ 3000-ഓളം ആളുകൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേരുകയും ചെയ്തു. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സഭ ഉളവാകുകയാണ്. അപ്പോൾ ഈ സഭ ഉളവാകുമ്പോൾ അവിടെ ഒരു ഭരണഘടനയില്ല, അവിടെ ഒരു ആരാധനാക്രമമില്ല, അവിടെ മുമ്പോട്ട് പോകുവാനൊരു സംവിധാനമില്ല. അപ്പോൾ അതെങ്ങനെയാണ് പിന്നീട് ഇവർ ആരാധനകൾ നടത്തി വന്നത്? അവരുടെ ആന്തരിക ജീവിതം, അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ നിയന്ത്രണം ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ചിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ നടത്തിപ്പിനാലുള്ള ദൈവിക ആലോചനയാലാണ് 1-ാം നൂറ്റാണ്ടിലെ പ്രാരംഭ സഭ മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട് എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ അപ്പോസ്തലിക ഉപദേശത്തിലും അപ്പോസ്തലന്മാരുടെ ആലോചനയിലും ആണ് സഭ മുമ്പോട്ട് വന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ 1-ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭ, നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആരാധനയുടെ ഘടകങ്ങൾ, അവരുടെ ആരാധനയിൽ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമതായി അവർക്ക് പ്രസംഗമുണ്ടായിരുന്നു, വചനം പ്രസംഗിക്കുമായിരുന്നു, വചന പ്രഭാഷണം. കാരണം പൗലോസ് അർദ്ധരാത്രിക്ക് ശേഷവും പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു ഭാഗമൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ പങ്കുവയ്ക്കൽ ആരാധനയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളായിരുന്നു അന്ന് തിരുവെഴുത്തുകൾ എന്നുള്ള നിലയിലുണ്ടായിരുന്നത്. കാരണം പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പഴയ നിയമഗ്രന്ഥങ്ങളുടെ വെളിപ്പാടുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രഭാഷണ ശൈലി, കർത്താവായ യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമാകുന്നുവെന്നും അവൻ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള ആ ഒരു കെറിഗ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപനത്തെയാണ് കെറിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മോഡലിലുള്ള പ്രഭാഷണങ്ങളും പഠിപ്പിക്കലുകളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റൊന്ന് റീഡിംഗ് ആണ്, വചനത്തിൻ്റെ വായന, ദൈവവചന വായന ആരാധനയുടെ ഭാഗമായിട്ട് 1-ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അത് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ വായിക്കുമായിരുന്നു, പഴയ നിയമ പ്രവാചകങ്ങൾ വായിക്കുമായിരുന്നു. നമുക്ക് കൊലോസ്യ ലേഖനം 4:16 വായിക്കുമ്പോൾ ഈ ലേഖനം അവിടെയും വായിക്കണം, ആ ലേഖനം നിങ്ങളും വായിക്കണം എന്നൊക്കെ പറയുന്ന പൗലോസിൻ്റെ ചില സൂചനകൾ, ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ ആരാധനയിൽ സഭയിൽ ദൈവവചനവും അപ്പോസ്തലിക വചനങ്ങളും വായിച്ചിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമതായിട്ട് ആരാധനയിൽ ആദിമസഭ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ, ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെയെല്ലാം നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഭ കൂടി വന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും കൂടിയാണ്. അവർ ഒരുമിച്ച് ഏകമനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ അവർ പാട്ടുപാടുന്നവരായിരുന്നു, അവർക്ക് സംഗീതമുണ്ടായിരുന്നു. ആദിമകാലത്തെ സംഗീതം ഏത് പാട്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ സങ്കീർത്തനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരികയും പിന്നീട് നാം തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയും ഒക്കെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചില വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ ഒരു ആവർത്തനം അത് ഗാനങ്ങളായി പരിണമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ചില സങ്കീർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ആത്മാവിൽ പാടുന്ന ചില സംഗീതങ്ങൾ അവർക്കുണ്ടായിരുന്നു. മറ്റൊന്നാണ് അവർക്ക് സ്നാനവും തിരുവത്താഴവും അവരുടെ ആരാധനയുടെ ഭാഗമായിരുന്നു. സ്നാനപ്പെട്ട് വരുന്ന ആളുകൾക്ക് തിരുവത്താഴം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം അവർ വളരെ പ്രാധാന്യത്തോടു കൂടി
അനുഷ്ഠിച്ചിരുന്നു. ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്നാണ് നാം കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് ഉള്ള ഒരു ആരംഭ കാലഘട്ടത്തിൽ അവർ എല്ലാ ദിവസവും വീടുകളിൽ കൂടി വന്നു, എല്ലാ ദിവസവും അപ്പം നുറുക്ക് ആചരിച്ചു, എല്ലാ ദിവസവും സ്നേഹവിരുന്നുണ്ടായിരുന്നു. അപ്പം വളരെ എന്താണ് സങ്കീർണമായ, നമുക്ക് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ പല കാര്യങ്ങളും കൂട്ടിക്കുഴഞ്ഞു കിടന്നിരുന്ന ഒരു ആരാധനാ സംവിധാനമാണ് 1-ാമത്തെ നൂറ്റാണ്ടിൽ ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ധനശേഖരണം ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നുണ്ട്, ധനശേഖരണം നടത്തുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. മക്കെദോന്യ സഭയുടെ ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ കൂട്ടായ്മ കാണിച്ച സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ വിഭവങ്ങൾ അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും അത് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ആവശ്യമുള്ളവർക്ക്, വിശുദ്ധന്മാരുടെ മുട്ടു തീർക്കുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഉപയുക്തമായ രീതിയിലുള്ള ധനശേഖരണം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ആരംഭകാലത്തുള്ള ആരാധനയിൽ കാണുവാൻ കഴിയും. 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള സഭ എന്ന് പറയുന്നത് പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭയാണ്. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഏകദേശം 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടം വരെ ഉണ്ടായിരുന്ന സഭ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. അവർക്ക് ഒരു നിയതമായ ആരാധന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലിക എഴുത്തുകളും തിരുവെഴുത്തുകളുമൊക്കെ പീഡന കാലഘട്ടത്തിലും അവർക്ക് സംരക്ഷിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരാധനാ കേന്ദ്രങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കുവാനുള്ള പ്രത്യേകമായ ശ്രദ്ധ അവർക്കുണ്ടായിരുന്നു. ആരംഭ കാലഘട്ടത്തിലെ ക്രിസ്തീയ സഭയുടെ ചിഹ്നം എന്ന് പറയുന്നത് ക്രോസ് ആയിരുന്നില്ല. ഇന്ന് ക്രിസ്തീയ സഭയുടെ ചിഹ്നം കുരിശാണ്. അപ്പം കുരിശ് എന്ന് പറയുന്നത് ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈന് ശേഷമാണ് ക്രിസ്തീയ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന 2 ചിഹ്നങ്ങളാണ്. ഒന്ന് പ്രാവിൻ്റെ രൂപത്തിൽ അഗ്നിനാവുകൾ ഇറങ്ങി വരുന്ന രൂപത്തിലുള്ള ഒരു ചിഹ്നം. അത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ കാണിക്കുന്ന ഒരു ചിഹ്നമായിരുന്നു. എന്നാൽ ഏറ്റവും സാർവത്രികമായി ആ കാലങ്ങളിൽ ഒരു കോഡ് പോലെ, ഒരു നിഗൂഢ ഭാഷ പോലെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് ഇക്തൂസ് എന്ന് പറയുന്നത്. ഇക്തൂസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകരക്ഷിതാവ് എന്ന് ഗ്രീക്കിൽ എഴുതുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെക്കുമ്പോൾ ഇക്തൂസ് എന്നുള്ള പദം കിട്ടുന്നു. ആ ഇക്തൂസ് എന്ന് പറഞ്ഞാൽ മത്സ്യമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടൊരു മത്സ്യത്തിൻ്റെ പടം ആയിരുന്നു ആരംഭകാല ക്രിസ്ത്യാനികളുടെ ചിഹ്നം. അപ്പം നമ്മളിങ്ങനെ യെരുശലേമിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ കാലഘട്ടത്തിലെ ഒരു പട്ടണത്തിലൂടെ നടന്നു പോകാൻ അവസരം ലഭിച്ചാൽ അവിടെ ഒരു ആരാധനാ സ്ഥലം, ഒരു ഒളിവ് സങ്കേതത്തിലെങ്കിലും ഒരു ആരാധനാ സ്ഥലം ഉണ്ട് എന്നറിയുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു കല്ലിൽ ഒരു മത്സ്യത്തിൻ്റെ പടം വരച്ചു വെച്ചിരിക്കും. അപ്പം ചിത്രലിപിയാണ്. അപ്പം മത്സ്യത്തിൻ്റെ പടം കാണുന്ന ഉടനെ ക്രിസ്ത്യാനിയായ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും, ഇവിടെ അടുത്ത് ഒരു ആരാധനാ കേന്ദ്രമുണ്ട്, ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതൊരു പക്ഷെങ്കിലൊരു കാറ്റക്കോമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്ലറയ്ക്കുള്ളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒളിസംഖ്യ. കാരണം പരസ്യമായി ആരാധനയ്ക്ക് സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മത്സ്യത്തിൻ്റെ ചിഹ്നമായിരുന്നു ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ആരാധനയുടെ പ്രതീകമായി ആരംഭകാലത്തുണ്ടായിരുന്നത്. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ കോൺസ്റ്റന്റൈൻ കണ്ട ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് കുരിശ് പ്രാധാന്യമർഹിക്കുന്നതും പിന്നീട് ക്രൈസ്തവരുടെ ചിഹ്നമായിട്ട് കുരിശ് മാറ്റപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷമുള്ള ആരാധനകളിലൊക്കെ ഒരു ലിറ്റർജിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ട് കാണുവാനും കഴിയും. 2-ാം നൂറ്റാണ്ടിലോ 1-ാം നൂറ്റാണ്ടിലോ ആണ് യാക്കോബിൻ്റെ തക്സ ഉണ്ടായതെന്നൊക്കെ ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗവേഷണത്തിലൂടെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആധികാരികമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതിൻ്റെ പ്രാഗ്രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 6-ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഒരു ആരാധനാക്രമത്തിൻ്റെ പ്രാഗ്രൂപം അല്ലെങ്കിൽ ഒരു നക്കൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അപ്പം വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, പ്രാർത്ഥനാർപ്പണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത അപ്പം നുറുക്ക് അല്ലെങ്കിൽ തിരുവത്താഴമായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആരംഭ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആരാധനയുടെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആരംഭകാലത്തെ ആരാധനയിലും പിന്നീടുള്ള ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ ആരാധനയിലാണെങ്കിലും
ആരാധനയിൽ പ്രധാനമായിട്ട് ഉള്ള 2 ഘടകങ്ങൾ, അതിന് ഉപഘടകങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും 2 ഘടകങ്ങൾ. ഒന്ന് ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവവചനം പഠിപ്പിക്കുക, ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിക്കുന്ന ഒരു സെക്ഷൻ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യമാണ് തിരുവത്താഴം അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശ. അപ്പം ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടേബിൾ ഓഫ് ഗോഡ്, ആ 2 കാര്യങ്ങൾ, 2 വേർഡ് ഓർത്തിരുന്നാൽ മതി. വേർഡ് ഓഫ് ഗോഡ് ഉണ്ടായിരിക്കണം, ടേബിൾ ഓഫ് ഗോഡ് ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം, കർത്താവിൻ്റെ മേശ ഉണ്ടായിരിക്കണം. ഈ 2 ഘടകങ്ങളിലാണ് സഭയുടെ ആരാധന പിൽക്കാലങ്ങളിൽ ചരിത്രപരമായി ഡെവലപ്പ് ചെയ്തു വന്നത്. എന്നാൽ നിർഭാഗ്യകരമായി ദൈവശാസ്ത്രപരമായ പല തർക്കങ്ങൾ 3-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട് വരെ ദൈവശാസ്ത്ര മേഖലയെ പിടിച്ചു കുലുക്കിയ, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, കർത്താവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ധാരാളം ദൈവശാസ്ത്രപരമായ സംവാദങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ദുരുപദേശങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് നിക്യാവിശ്വാസ പ്രമാണം. നിക്യാവിശ്വാസ പ്രമാണം യഥാർത്ഥത്തിൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ കുറുക്കിയെടുത്തിട്ടുള്ള ഒരു രത്നചുരുക്കമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനകത്ത് ദൈവശാസ്ത്രപരമായ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ഒരു വലിയ മാർഗദർശിയായി, ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു മാർഗദർശിയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാസ പ്രഖ്യാപനം ആരാധനയുടെ ഭാഗമായിരുന്നു. അതുപോലെ ലോർഡ്സ് പ്രയർ, കർത്താവിൻ്റെ പ്രാർത്ഥന, അത് ആരംഭകാലം മുതൽ സഭ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ, പെന്തക്കോസ്ത് സഭകൾ ഒരു കാലഘട്ടത്തിൽ അത് മാറ്റി നിർത്തിയിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ അതിനോടുള്ള ഒരു വലിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു വലിയ ആഭിമുഖ്യം, കർത്താവിൻ്റെ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ചില ദൈവദാസന്മാർ ചില വലിയ വേദികളിലൊക്കെ പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നിക്യാവിശ്വാസ പ്രമാണം നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും പരിശുദ്ധാത്മാവിൽ ഉള്ള ആരാധന എന്ന് പറയുന്നത് പുതിയ നിയമം മുമ്പോട്ട് വയ്ക്കുന്ന ആരാധനാ സംവിധാനമാണ്. പരിശുദ്ധാത്മാവിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ തന്നെ ഹിസ്റ്റോറിക്കൽ ചർച്ച് ചെയ്തു വന്ന കാര്യങ്ങളെ നിഷേധിക്കണോ എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ചും അവർ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട്. പാരമ്പര്യങ്ങളിൽ വിശുദ്ധ പാരമ്പര്യങ്ങളും അശുദ്ധ പാരമ്പര്യങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും പാടെ നിഷേധിക്കുന്ന ഒരു നിലപാടിനേക്കാൾ വിശുദ്ധ പാരമ്പര്യങ്ങളെയും നല്ല പരിചയങ്ങളെയും നല്ല സംവിധാനങ്ങളെയും നാം സ്വാംശീകരിക്കുകയും അതിലൂടെ ക്രിസ്തീയ ആരാധന അർത്ഥവത്താക്കുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ പഠനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർത്താവ് സഹായിക്കട്ടെ.